ഒരു നിശ്ചയത്തിന് പോയിട്ട് നല്ലപോലെ സദ്യ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഉറക്കമാണിത്. ഞങ്ങൾ ഇന്ന് വൈകിട്ട് അമ്പൂരിയിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. നെയ്യാർ ഡാമിൽ ഞങ്ങളൊരു കൂട്ടുകാരിയുണ്ട്, ശ്രുതി. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് അമ്പൂരി അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിരുന്നതാണ്. അങ്ങനെ അവസാനം അക്കുചേട്ടനെ പൊക്കിയെടുത്ത് താണ്ട് ഞങ്ങൾ അമ്മയ്ക്ക് ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തോട്ടാണ് യാത്ര. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന റോഡിൽ ഇപ്പോഴും ശോകമാണ്, പൊടിയാണ്, ബഹളമാണെങ്കിലും ട്രിവാൻഡ്രത്തോട്ടുള്ള റോഡെല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ റോഡുകളുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു അങ്ങോട്ട് പോകാൻ. നല്ല അടിപൊളി ന്യൂ റോഡായിരുന്നു വൈകുന്നേരം. ഞങ്ങളെ വണ്ടിയിൽ ഇച്ചിരി എയറിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ നിർത്തി എയർ ഫില്ല് ചെയ്തു. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. വഴിയിൽ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഞങ്ങൾ അവിടെ നിന്ന് 2 ചായയും 5 കടിയും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട്സ് കഴിഞ്ഞിട്ട് പിന്നെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴിയും അത് കണക്ക് തന്നെ മഴയും പെയ്ത് കുറച്ച് പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അമ്പൂരി ലിസ്റ്റിലുണ്ട്, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ജെയിൻ ടെമ്പിൾ ലിസ്റ്റിലുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ചെന്നിട്ട് ശ്രുതിയുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് മൊത്തം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാനാണ് ഞങ്ങളെ പ്ലാൻ. ഓക്കെ, മെയിനായിട്ട് എൻ്റെ ബർത്ത്ഡേ ആട്ടോ നാളെ. അപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് നമുക്ക് അവിടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊരു പ്ലാനാണ്. അപ്പം ഏകദേശം ഞങ്ങളിപ്പോൾ അടുത്തെത്താറായിട്ടുണ്ട്. നെയ്യാർ ഡാമിലാണ് ഇവളുടെ സ്ഥലം, ശ്രുതിയുടെ സ്ഥലം. ഞങ്ങൾ മൺട്രോത്തുരുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. പക്ഷേ അവിടെ കുറച്ച് നമ്മുടെ വള്ളത്തിൽ പോകുന്നതിന് റേറ്റ് കൂടുതല. അപ്പം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് പോകുമ്പോഴാണ് കുറച്ച് നല്ലത്. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ നെയ്യാർ ഡാമിലെ വീരണക്കാവ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെത്തി. പിന്നെ ഈ കാണുന്ന സ്പോട്ടൊക്കെ നമ്മുടെ വീരണക്കാവിൻ്റെ ആ ഗ്രാമത്തിൻ്റെ താഴെയുള്ള പ്രദേശമാണ് കേട്ടോ. അവിടെ നെയ്യാർ ഡാമിൽ വെള്ളം തുറക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തവും വെള്ളത്തിനടിയിലാവുമെന്നാണ് ശ്രുതി പറയുന്നത്. ഈ ഫോട്ടോ എടുക്കുന്ന ആളാണ് ശ്രുതി. അപ്പം നമ്മുടെ നെയ്യാർ ഡാമിലെയും വീരണക്കാവിലേക്ക് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.